All of you mark your attendance. Mark your attendance now. Okay. അപ്പൊ നമുക്ക് നമ്മൾ കഴിഞ്ഞ ഇതുവരെയായിരുന്നു പഠിച്ചത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? കുടുംബം. വെരി ഗുഡ് അല്ലേ? കുടുംബം. ഇനി കുടുംബം. ഓക്കെ ഓക്കെ. മാർക്ക് യുവർ അറ്റൻഡൻസ്. പറഞ്ഞോടാ. നമ്മള് ഇനി കുടുംബല്ലേ എടുക്കേണ്ടത്? 8ാമത്തെ ലെസൺ കുടുംബം അല്ലേ ഇനി എടുക്കേണ്ടത്? അപ്പൊ അതുവരെ ആ 7th ലെസൺ ഫിനിഷ് ആയില്ലേ? യെസ്, വെരി ഗുഡ്. ഞാൻ മ്യൂട്ട് ചെയ്യണോ മക്കളെ എല്ലാവരെയും? എല്ലാവരും ഒരു മിനിറ്റ്. എന്താണ് സമജ്ന പറഞ്ഞേ? എന്താ സമജ്ന പറഞ്ഞേ? എല്ലാ എനക്ക് മനസ്സിലായില്ലടാ. എല്ലായിടത്തും കുടുംബം പഠിക്കുന്നുണ്ടെന്നാണോ? എല്ലാ വിഷയത്തിലും. ശരി, ഓക്കെ. ഓൾ സബ്ജക്റ്റിലും പഠിക്കുന്നുണ്ടല്ലേ? എല്ലാ സബ്ജക്റ്റിലും നമ്മള് കുടുംബം, ഫാമിലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. EVS ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടോ? ശരിയാണ്. കുടുംബം. എന്താണ് കുടുംബം? All of you take a textbook, page number 29. Page number 29. കുടുംബം. അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. എന്താണ് കുടുംബം? ഫാമിലി. എന്താണ് ഫാമിലി? നമുക്ക് ഫാമിലി ഉണ്ട് എല്ലാവർക്കും അല്ലേ? വലുതും ചെറുതുമായ അനേകം ഫാമിലി ഉണ്ട് നമുക്ക് ചുറ്റും അല്ലേ? അപ്പൊ ചിലവരുടെ കുടുംബം എങ്ങനെയായിരിക്കാം? സ്മോൾ ആയിരിക്കും അല്ലേ? ചിലത് ബിഗ് ഫാമിലി ആയിരിക്കും അല്ലേ? നിങ്ങൾ EVS അത് പഠിക്കുന്നുണ്ട്. കുടുംബം, ഫാമിലി അല്ലേ? അപ്പൊ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അല്ലേ? ഒരു കുടുംബത്തിൽ എങ്ങനെയാ? എല്ലാരും ചേർന്നുണ്ടാവുമ്പോ നമുക്ക് എന്താണ്? നല്ല രസാണല്ലേ? നല്ല സന്തോഷത്തിലാണ് നമ്മൾ ഉണ്ടാവുക കുടുംബത്തിൽ അല്ലേ? ഓക്കെ. ആരൊക്കെ ഉണ്ടാവും? എങ്ങനെയൊക്കെയുള്ള ഫാമിലി ഉണ്ട്? ആരോടാ മിസ് ഒന്ന് ചോദിക്കട്ടെ. എങ്ങനെയാണ് ലക്ഷ്മി? കുടുംബത്തിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പറഞ്ഞു എല്ലാ സബ്ജക്റ്റിലും അല്ലേ? അപ്പൊ എന്താണ് പഠിച്ചത്? എന്താ ലക്ഷ്മി പഠിച്ചത്? ഏതൊക്കെ ഫാമിലിയാണ് ഈ കൊറേ ഫാമിലി? ചില ഫാമിലികൾ സ്മോൾ ആയിരിക്കും, ചിലത് ബിഗ് ആയിരിക്കും അല്ലെ? ചെറുതും ഉണ്ടാവും, വലുതും ഉണ്ടാവും അല്ലെ? ഓക്കെ. അപ്പൊ എങ്ങനെയുള്ള ഫാമിലിയാണ് സ്മോൾ ഫാമിലി എന്ന് പറയുന്നത്? ഇഷാനെ, എങ്ങനെയാണ് സ്മോൾ ഫാമിലി? അച്ഛനും അമ്മയും 1-2 കുട്ടികളും. അച്ഛനും അമ്മയും 1-2 കുട്ടികളും അടങ്ങുന്നതാണ് എന്ത്? ചെറിയ ഫാമിലി അല്ലെങ്കിൽ സ്മോൾ ഫാമിലി അല്ലേ? അണുകുടുംബം. അപ്പൊ ചെറിയ ഫാമിലി അങ്ങനെ ആയിരിക്കും ചില കുടുംബങ്ങളിൽ ഉണ്ടാവുക അല്ലെ? അച്ഛനും അമ്മയും 1 കുട്ടിയോ അല്ലെങ്കിൽ 2 കുട്ടിയോ ഉണ്ടാവും അല്ലെ? പിന്നെ എങ്ങനെയുള്ള ഫാമിലിയാ ഉണ്ടാവുക പാർവണ? ഇഷാൻ പറഞ്ഞു സ്മോൾ ഫാമിലി ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഇനി അടുത്ത് എങ്ങനെയുള്ള ഫാമിലിയാ? ജോയിന്റ് ഫാമിലി ഉണ്ട് അല്ലേ? അവിടെ ആരൊക്കെ ഉണ്ടാവുക ഷഹാനെ? അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും അല്ലേ? പിന്നെയോ അങ്കിൾസ് ഉണ്ടാവും, ആന്റി ഉണ്ടാവും, ഇവരൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും. ആരൊക്കെ? അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും അല്ലേ? പിന്നെയോ ഇതൊക്കെ ഉള്ളത് ഞാൻ ജോയിന്റ് ഫാമിലി എന്ന് പറയും.
അപ്പൊ കുടുംബം മലയാളത്തിൽ പറയുമ്പോ എങ്ങനെയാ? കുടുംബം എന്ന് പറഞ്ഞാ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് എന്ത്? കുടുംബം. ഇല്ലേ? എല്ലാവരും കൂടെ കൂടി നിൽക്കുമ്പോ നമുക്ക് എങ്ങനെയാ? നല്ല രസം ഉണ്ടാവും അല്ലേ? ഉണ്ടോ? നിങ്ങക്ക് നിങ്ങളുടെ ഫാമിലിയിൽ എങ്ങനെയാ? സമജ്ഞ ഉണ്ടോ? ലാർജ് ഫാമിലി. രസമുണ്ടോ കുടുംബത്തില്? കൂടുമ്പോൾ ഇമ്പം തോന്നാറുണ്ടോ? ഉണ്ടോ രസം? ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോ ഓരോരാക്കും ഇപ്പോ ഇനി ആരോടാ ചോദിക്കണ്ടേ? അവേദിക്ക് എങ്ങനെയാ? അവേദിയുടെ ഫാമിലി എങ്ങനെയാ? അവേദിയ സ്മോൾ ഫാമിലിയാണ്. ആരൊക്കെയാ ഉള്ളത്? അച്ഛൻ, അമ്മ, അനിയത്തി, അവേദി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അന്ന ഗ്രേസ് എന്തോ പറയാൻ വേണ്ടി ഇങ്ങനെ തുടിച്ചു നിക്കുവാണേ. എന്താ അന്ന? എന്താ അന്നക്ക് സംസാരിക്കാനുള്ളത്? പറഞ്ഞോ. പേജ് നമ്പർ 29, ലെസൺ 8, പാഠം 8, കുടുംബം. ഓക്കെ, ക്ലിയർ? അപ്പൊ കുടുംബം എന്ന പാഠാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ കുടുംബത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞല്ലേ. സ്മോൾ ഫാമിലി ഉണ്ട്, കുടുംബം. പിന്നെ എങ്ങനെയാ? സ്മോൾ ഫാമിലി ഉണ്ട്, ബിഗ് ഫാമിലി ഉണ്ട്, അല്ലെ ബിഗ് അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്ന് പറയും അല്ലെ. അപ്പൊ അച്ഛനും അമ്മയും ഒന്നോ അല്ലെങ്കിൽ 2 കുട്ടികളുള്ളത്, അതാണ് എന്ത്? സ്മോൾ ഫാമിലി. പിന്നെ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരൻസ്, അങ്ങനെ അമ്മാവൻ, അമ്മായി, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എന്ത്? ജോയിന്റ് ഫാമിലി. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പലർക്കും ചിലവർക്ക് ജോയിന്റ് ഫാമിലി ആയിരിക്കാം, ചിലവർക്ക് സ്മോൾ ഫാമിലി ആയിരിക്കാം അല്ലെ. അങ്ങനെ. അപ്പൊ നമുക്കിന്ന് 8ാമത്തത് കുടുംബം എന്നതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കണ്ടോ? എഴുതണ്ടൊക്കെ എങ്ങനെയാ? കുടുംബം. ശ്രദ്ധിച്ചു നോക്കിയേ. കുടുംബം ചിഹ്നങ്ങളൊക്കെ ശ്രദ്ധിക്കുക അല്ലെ. കുടുംബം. ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ ഫസ്റ്റ് തന്നെ ഒരു അമ്മമ്മയും ഒരു അച്ചാച്ചനെയും ആണ് അവിടെ കാണുന്നത് ആദ്യം തന്നെ അല്ലെ. നമുക്ക് അവിടെ ഗ്രാൻഡ് പാരൻസിനെയാണ് കാണാൻ പറ്റുന്നത്. ഒരമ്മമ്മയുണ്ട്, ഒരു അച്ചാച്ചനുണ്ട് അല്ലേ. ഈ അമ്മമ്മയും അച്ചാച്ചനൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖം ഉണ്ടാവും വീട്ടില്. എങ്ങനെയാന്നറിയോ? കുഞ്ഞു മക്കളെയൊക്കെ അവര് സംരക്ഷിച്ചോളും. പിന്നെ അവർക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരുപാട് ഹെൽപ്ഫുൾ ആണല്ലേ. അച്ചാച്ചനും അമ്മമ്മയും ഒക്കെ ഉണ്ടെങ്കിൽ ആ വീട് നല്ല രസം ഉണ്ടാവും അല്ലേ. അപ്പോ ഈ ചെറിയ സ്മോൾ ഫാമിലിനെക്കാളും മിസ്സിന് ഇഷ്ടം നല്ല ജോയിന്റ് ഫാമിലിയാണ്. ജോയിന്റ് ഫാമിലി ആകുമ്പോൾ ഒരുപാട് പേരുണ്ടാവും കളിക്കാനൊക്കെ അല്ലേ. നമുക്ക് കളിക്കാനൊക്കെ നല്ല രസം ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും, കൂട്ടുകൂടാൻ ഉണ്ടാവും, ഒച്ച ഉണ്ടാവും, അനക്കം ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും 2 കുട്ടികളൊക്കെ ആവുമ്പോ അവര് സ്കൂളൊക്കെ പോയി, അച്ഛനും അമ്മയും ജോലിക്കൊക്കെ പോയി, പിന്നെ ആരും ഉണ്ടാവില്ല വീട്ടിൽ അല്ലേ. ഒരു രസവും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയാണോ? അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇടക്കിടക്ക് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ ഇങ്ങനെ പോയിട്ട് ജോയിന്റ് ഫാമിലി ആവും അല്ലെ. അപ്പൊ അന്ന് ഭയങ്കര രസമായിരിക്കും. അങ്ങനെയുള്ളൊരു കുടുംബത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെയുണ്ട് നമ്മളെ ഈ കുടുംബത്തിൽ അല്ലേ. ആദ്യത്തെ നമ്മൾ കാണുന്നത് ഗ്രാൻഡ് പാരൻസിനെയാണ്. അപ്പോ അമ്മമ്മയും അച്ചാച്ചനും അങ്ങനെ പറയാറില്ലേ ചിലവര്. മുത്തച്ഛൻ, മുത്തശ്ശി അങ്ങനെയും പറയാറുണ്ട് അല്ലേ. അപ്പോ നമുക്ക് നോക്കാം എന്തൊക്കെയാ അവിടെ എഴുതിയിരിക്കുന്നത്, ആരൊക്കെയാ അവിടെ ഉള്ളത് നോക്കാം. അപ്പൊ ഇപ്പൊ ഇവിടെ ഗ്രാൻഡ് പാരൻസില് അത് അമ്മമ്മയുണ്ട്, അച്ചാച്ചനുണ്ട്, പിന്നെ ഉള്ളത് ഇവിടെ കണ്ടോ അച്ഛൻ, അമ്മ, 3 കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ കാണുന്ന പിക്ചറിൽ അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഒരു വലിയ ഫാമിലിയിൽ, അതായത് ജോയിന്റ് ഫാമിലിയിൽ ഉണ്ടാവും നോക്കാം. അപ്പോ ഫസ്റ്റ് വൺ ഇവിടെ എഴുതിയ എന്താ വായിക്കുക? അമ്മ അല്ലേ. അമ്മ. നെക്സ്റ്റ് അച്ഛൻ. പിന്നെന്താ ഉള്ളത്? മുത്തച്ഛൻ. അടുത്തത് മുത്തശ്ശി. നെക്സ്റ്റ് ചേട്ടൻ. അടുത്തതോ ചേച്ചി. വായിക്കാൻ പറ്റുന്നുണ്ടോ മക്കൾക്ക്? ഇല്ല, നോക്കി ചിഹ്നങ്ങളൊക്കെ നോക്കി വായിച്ചേ എങ്ങനെയുണ്ട്. അടുത്തത് എന്താ വായിക്കുക? ആരോമലേ? നിങ്ങൾക്ക് അറിയോ നോക്കണല്ലോ അല്ലേ. എന്താ ആരോമലേ അടുത്തത് വായിക്കുക? ഇപ്പൊ മിസ് ചേട്ടൻ, ചേച്ചി വായിച്ചു. നെക്സ്റ്റ് എന്താ? ആരോമൽ, can you hear me?
കേൾക്കുന്നില്ലേ ആരോമലേ? അടുത്ത എന്താ വായിക്കുക ഒന്ന് നോക്കിയേ. അനുജൻ. അനുജൻ, അനുജത്തി. അനുജത്തി, അനുജൻ, അനുജത്തി. നെക്സ്റ്റ് ആദിനാഥേ, എന്താ അടുത്തത് വായിക്കുക? അമ്മാവൻ അമ്മായി. അമ്മാവൻ അമ്മായി. അത്രയാണ് ആ ഒരു പേജിലുള്ളത് അല്ലേ? എന്തൊക്കെയാ? അമ്മ, അച്ഛൻ, മുത്തച്ഛൻ, മുത്തശ്ശി, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, അമ്മാവൻ, അമ്മായി അല്ലേ? ഇതൊക്കെയാണ് അവിടെ ഉള്ളത് അല്ലേ? അപ്പൊ നമ്മൾ തൊട്ട് മുൻപത്തെ പാഠത്തില് എന്താ പഠിച്ചത്? നമ്മള് തൊട്ട് മുമ്പത്തെ പാഠത്തില് നമ്മൾ എന്ത് പഠിച്ചു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നമ്മൾ കഴിഞ്ഞ ഈ ഒരു പാഠത്തിൽ എന്താ ഋതുദേവ പഠിച്ചത്? തൊട്ട് മുൻപത്തെ പാഠത്തില് നമ്മളെന്താ തൊട്ട് മുമ്പത്തെ പാഠത്തിൽ പഠിച്ചത്? ഞാനും നീയും എന്ന കവിത അല്ലെ? നമ്മൾ എന്താ പഠിച്ചത്? സുഹൃത്തുക്കളുടെ ബന്ധങ്ങളാ പഠിച്ചത്. ഇവിടെ നമ്മൾ കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? അപ്പോ നമ്മൾ ഈ ഒരു പാഠത്തിൽ നമ്മൾ കുടുംബത്തിലെ ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? തൊട്ട് മുൻപതിൽ നമ്മൾ ഞാനും നീയും എന്ന പാഠത്തിൽ സുഹൃബന്ധത്തിന്റെ മഹാത്മ്യമായിരുന്നു പറഞ്ഞു വന്നത് അല്ലെ? ഇവിടെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ കുട്ടികളുടെ വൈകാരിക വളർച്ചയ്ക്ക് ആവശ്യമായ ഈ ഘടകം ഭാഷാ പഠനത്തിന് ഉപാധിയാക്കുക എന്നതാണ് അല്ലെ? കുടുംബത്തെ കുറിച്ചും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ? കുടുംബ ബന്ധം ഊഷ്മളമാണ്. അപ്പൊ കുടുംബത്തിലെ ഉള്ളവരോട് പരസ്പരം നമുക്ക് എന്തുണ്ടാവണം? നമ്മളെ സുഹൃത്തുക്കളോട് നമ്മൾ പഠിച്ച കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? സുഹൃത്തുക്കളോടുള്ള സ്നേഹത്തിന്റെ കാര്യം അല്ലെ? അപ്പൊ അതേപോലെ തന്നെ നമ്മളെ കുടുംബത്തിലുള്ള നമ്മുടെ പരസ്പരം നമ്മുടെ നമ്മുടെ ബന്ധ ആരൊക്കെയില്ലേ? ആരൊക്കെ? അച്ഛൻ, അമ്മ, അങ്ങനെ പലരും ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ നമുക്ക് എന്തുണ്ടാവണം? സ്നേഹം ഉണ്ടാവണം അല്ലെ? ഒരു കുടുംബത്തിൽ എപ്പോഴും സ്നേഹവും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ടാ പെരുമാറുന്നെങ്കിൽ എന്തെങ്കിലും രസം ഉണ്ടാവോ അവിടെ? ഉണ്ടാവോ മക്കളെ? ഉണ്ടാവോ? ഇല്ല. എപ്പോഴും നല്ല പരസ്പര സ്നേഹത്തോടെ നമ്മള് വർത്തിക്കണം അല്ലെ? അപ്പൊ നമുക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ നമുക്ക് വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടാവണം അല്ലേ? നമ്മുടെ അച്ഛനും അമ്മയാണ് നമുക്ക്, നമ്മുടെ ബന്ധുക്കളൊക്കെയാണ് നമുക്ക് ഏറ്റവും വലുത് അല്ലേ? അങ്ങനെ ഒരു ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാവണം കേട്ടോ. അപ്പോ ആ ഒരു കുടുംബം എന്നൊരു അവബോധം വളർത്താൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ പാഠം. മനസ്സിലായോ? കുടുംബത്തിലുള്ളവരോടുള്ള പരസ്പര സ്നേഹവും സഹായവും സഹകരണവും ഒക്കെ നമുക്ക് ഉണ്ടാവണം. അതുകൂടിയാണ് നമ്മൾ ഈ ഒരു കുടുംബം എന്ന പാഠത്തിൽ കുറെ വാക്കുകൾ എഴുതാൻ പഠിക്കുന്നത്, കുറെ വാക്കുകൾ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതോടൊപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? കുടുംബം എന്ന ആ ഒരു മഹാത്മ്യം അല്ലെ? കുടുംബത്തിലുള്ളവരോട് നമ്മൾ എങ്ങനെ വൈകാരികമായിട്ട് നമുക്ക് അടുപ്പം ഉണ്ടാവും അല്ലെ? നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് അല്ലേ ഉണ്ടാവുക നമ്മുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ? അത് വളർത്തിയെടുക്കണം നമ്മൾ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മുടെ ഒരാളും കുടുംബത്തിൽ എത്ര ആളുണ്ട് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ആരൊക്കെയാ ഇപ്പൊ വായിച്ചത്? അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശി, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, അമ്മാവൻ, അമ്മായി. അത്രയാണ് നമ്മൾ ആ ഫസ്റ്റ് പേജിൽ വായിച്ചത്. വായിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാ മക്കൾക്കും? കുറച്ച് ടഫ് ഇങ്ങനെ ഇച്ഛ, ച്, ഛ അല്ലെ? ച് പ്ലസ് ഛ, അച്ഛൻ. എങ്ങനെ എഴുതണ്ടേ? ഛ. അത് ശ്രദ്ധിക്കണം കേട്ടോ. അച്ഛൻ. അതുപോലെ മുത്തച്ഛൻ, മുത്തശ്ശി. ഷി ആണ് വരുന്നത് അല്ലെ? ഷായുടെ കൂട്ടക്ഷരാണ് അവിടെ വരുന്നത്. മുത്തശ്ശി. നെക്സ്റ്റ് ചേട്ടൻ. ടായുടെ കൂട്ടക്ഷരം. ചേച്ചി. ചായുടെ കൂട്ടക്ഷരം അല്ലെ? അങ്ങനെ പുതിയ പുതിയ കുറെ അക്ഷരങ്ങളെ മക്കൾ പഠിക്കുന്നുണ്ട്. കൂട്ടക്ഷരങ്ങളെ ശ്രദ്ധിച്ച് നോക്കണം. അപ്പൊ ഒന്നുകൂടി വായിക്കാം. കുടുംബം എങ്ങനെ എഴുതണമെന്ന് ശ്രദ്ധിക്കണം. അമ്മ, അച്ഛൻ, മുത്തച്ഛൻ, മുത്തശ്ശി, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, അമ്മാവൻ, അമ്മായി. ഓക്കെ, കറക്റ്റ്, ക്ലിയർ ആയോ? അത് എന്നാ നെക്സ്റ്റ് പേജ് എടുത്താലോ നമുക്ക്? അടുത്ത പേജ് എന്താ അവിടെ പറയുന്നത്? നമുക്ക് നോക്കാം. കുടുംബത്തിൽ ആരെല്ലാം എടുത്തെഴുതുക.
ആരൊക്കെയാണ് കുടുംബത്തിലുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഴിഞ്ഞ ആ പേജിൽ പഠിച്ചത് എടുത്തെഴുതണം ഇങ്ങോട്ട്, അല്ലെ? അവിടെ അച്ഛന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് മക്കൾ എഴുതിക്കോ. ആരൊക്കെ നമ്മൾ പഠിച്ചേ? അമ്മ. വെരി ഗുഡ്, അമ്മ. നെക്സ്റ്റ് അടുത്ത ഏതാമ്മ പഠിച്ചേ? മുത്തച്ഛൻ, മുത്തശ്ശി. എഴുതിക്കോ മക്കളെല്ലാവരും. ശ്രദ്ധിച്ച് നോക്കി എഴുതണേ. ഇപ്പുറത്ത് നോക്കി അവിടെ തെറ്റാതെ എഴുതുക. മുത്തച്ഛൻ, മുത്തശ്ശി. അടുത്തതോ? ചേട്ടൻ, ചേച്ചി. ഓരോ റോയിലും എഴുതിക്കോ, ഓരോ കോളത്തിലും മക്കളെ എഴുതിക്കോ ട്ടോ. ചേട്ടൻ, ചേച്ചി. അടുത്തത് അനുജൻ, അനുജത്തി. നോക്കി എഴുതണേ, മിസ് എഴുതണ്ടല്ലോ, അവിടെ ഉണ്ടല്ലോ. അമ്മാവൻ, അമ്മായി. എത്ര എഴുതാൻ പറ്റും നോക്കാം. അപ്പൊ 9 എഴുതേണ്ടത് അവിടെ ഇല്ല അല്ലേ? അത്ര വരെ നിങ്ങൾ എഴുതിക്കോ. ശ്രദ്ധിച്ച് മക്കളെ എഴുതണേ, നോക്കിയിട്ട്. അച്ഛൻ, അമ്മ. നെക്സ്റ്റ് മുത്തച്ഛൻ, മുത്തശ്ശി. എഴുതുമ്പോ ശ്രദ്ധിക്കണം, പറഞ്ഞോണ്ട് എഴുതണം. ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, അമ്മാവൻ, അമ്മായി. അമ്മാവൻ വരെ എഴുതാനേ കോളുള്ളൂ അല്ലേ? ആണോ? ഓക്കെ, എഴുതിക്കോ. ഫുൾ ഉണ്ടോ? എഴുതിക്കോ. അപ്പൊ ശ്രദ്ധിച്ച് എഴുതുക. അച്ഛൻ, അമ്മ. എഴുതിയോ? അടുത്തത് മുത്തച്ഛൻ, മുത്തശ്ശി, അനുജൻ, അനുജത്തി, അമ്മാവൻ, അമ്മായി. എഴുതിയോ മക്കളെ? Did you finish? ദേവപ്രിയ എഴുതിയോ മോളെ? എഴുതിയോ മക്കളെ? ഓക്കെ, അഡോൺ ജോസഫ് ഫിനിഷ്. വെരി ഗുഡ്. എഴുതി കഴിഞ്ഞോ? ഓക്കെ. അപ്പോ നമ്മൾ എന്തൊക്കെ എഴുതി? അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി. നെക്സ്റ്റ് അമ്മാവൻ, അമ്മായി. എഴുതിയല്ലേ? ഓക്കേ. അടുത്ത
എന്താ നോക്കിയ മക്കളെ? പൂരിപ്പിക്കുക. എല്ലാവർക്കും ഫിനിഷ് ആയില്ലേ? എഴുതി കഴിഞ്ഞില്ലേ? എല്ലാവർക്കും എഴുതിയോ? ഇല്ല, എഴുതിക്കോ. ശ്രദ്ധിച്ച് എഴുതണേ മക്കളെ. എന്താ ഇഷാൻ? മിസ് അമ്മാവൻ വരെ എഴുതാൻ സ്ഥലമുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, മതി. അതാ മിസ് പറഞ്ഞത് ആദ്യം. അമ്മാവൻ അത്രേ ഉള്ളൂ തോന്നുന്നു അല്ലേ? ഓക്കെ. അതിന്റെ താഴെ വേണമെങ്കിൽ എഴുതാ, കോളം ഇല്ലാത്തതില് അല്ലേ? നമുക്ക് വേണമെങ്കിൽ അടുത്ത ഓക്കെ. അപ്പൊ അത് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ എഴുതാം, അല്ലെങ്കിൽ കോളം ഇല്ലതിൽ നിങ്ങൾ ഫുൾ എഴുതിക്കോ കേട്ടോ. അത്രയും എഴുതിയല്ലോ. അപ്പൊ ആരൊക്കെയാണ് നമുക്കറിയാലോ? അമ്മേനെ അറിയാ, അച്ഛനെ അറിയാ, മുത്തച്ഛനെ അറിയാ, മുത്തശ്ശി അറിയാ, ചേട്ടൻ അറിയില്ലേ? ചേട്ടനെ, ചേച്ചി, നെക്സ്റ്റ് അനുജൻ, അനുജത്തി, പിന്നെ അമ്മാവൻ, അമ്മായി. ഇത്രയാണ് നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് നോക്കിയേ മക്കള്, പൂരിപ്പിക്കാം എന്നാണ് അല്ലേ? അപ്പൊ പൂരിപ്പിക്കാം. ഡേഷ് മരുന്നു കഴിച്ചു, ഡേഷ് മരുന്നു കഴിച്ചു. മുത്തച്ഛൻ ഉണ്ട് അല്ലേ? മുത്തച്ഛൻ ഉണ്ട് ഇല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? ഡേഷ് പായസം വിളമ്പി അല്ലേ? ആരാ പായസം വിളമ്പിയത്? ആരാ നമുക്ക് പായസം സാധാരണ വിളമ്പി തരുന്നേ? അമ്മ അല്ലേ? അമ്മ. അത് എഴുതിക്കോ. അമ്മ പായസം വിളമ്പി അല്ലേ? അമ്മ. അമ്മ എഴുതാൻ അറിയില്ലേ മക്കൾക്ക്? യെസ്, വെരി ഗുഡ്. അമ്മ. ഓക്കെ. അമ്മ. ഓക്കെ, അമ്മ പായസം വിളമ്പി. നെക്സ്റ്റ് വൺ എന്താ? അടുത്തത് ഡേഷ് പശുവിനെ കറന്നു. ആരാ? കേൾക്കുന്നില്ലേ മക്കളെ? യെസ്. ആരാ പശുവിനെ കറക്കുന്നേ? അച്ഛൻ. എഴുതാല്ലേ നമുക്ക്? ഓക്കെ, അച്ഛൻ എഴുതിക്കോ. ശ്രദ്ധിച്ചെഴുതണേ. ചീച്ച. അച്ഛൻ. ഓക്കെ, അച്ഛൻ. നെക്സ്റ്റ് വൺ എന്താണ് നോക്കിയേ? അടുത്ത എന്താ മക്കളെ? വായിച്ചേ. കഥ പറഞ്ഞു. ഡേഷ് കഥ പറഞ്ഞു. ആരാ കഥ പറഞ്ഞു തരുവാ നമുക്ക്? മുത്തശ്ശി. മുത്തശ്ശി. വെരി ഗുഡ്, മുത്തശ്ശി. മൂന്നാമത്തെ ഡേഷിലെടുത്ത് മുത്തശ്ശി. മുത്തശ്ശി. ഓക്കെ, മുത്തശ്ശി കഥ പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ്? ഡേഷ് സമ്മാനം തന്നു. ആരാ സമ്മാനം തരുന്നേ? അമ്മാവൻ ഇടാ അല്ലേ? അമ്മാവൻ. ഓക്കെ, എഴുതിക്കോ. അമ്മാവൻ. എങ്ങനെ എഴുതണം? ആ ഉമ്മ കൂട്ടക്ഷരം അല്ലേ? മായുടെ കൂട്ടക്ഷരം മാ, അമ്മാവൻ അല്ലേ? ചില്ലക്ഷരം ഇൻ. ഓക്കെ, അമ്മാവൻ എഴുതിക്കോ. അമ്മാവൻ സമ്മാനം തന്നു. ഓക്കെ, ഫിനിഷ് ആണോ? അപ്പൊ നമ്മള് ഒന്നുകൂടി എല്ലാം വായിക്കാം. അതുവരെയാണ് നമ്മൾ എഴുതിയത്. എല്ലാരും ശരിയായോ? എഴുതിയോ നോക്കണേ.
അപ്പോ മുത്തച്ഛൻ മരുന്ന് കഴിച്ചു. പിന്നെ ആരാ എഴുതി നമ്മള്? അമ്മ പായസം വിളമ്പി, അച്ഛൻ പശുവിനെ കറന്നു, മുത്തശ്ശി കഥ പറഞ്ഞു, അമ്മാവൻ സമ്മാനം തന്നു. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഡേഷ് വിരുന്നു വന്നു. ആരാ വിരുന്നു വന്നത്? അമ്മായി അല്ലേ? അമ്മായി വിരുന്നു വന്നു. എങ്ങനെ എഴുതാം? പറഞ്ഞു മക്കളും പറഞ്ഞോണ്ട് എഴുതിയേ. ഇത് മിസ് ക്ലിയർ ചെയ്യുന്നേ. ഓക്കെ. അമ്മായി എങ്ങനെ എഴുതണം? ആ എഴുതുക. പറഞ്ഞുകൊണ്ട് എഴുതിയ മക്കള്. അമ്മ ആ ചിഹ്നൂടണം. അമ്മായി. അമ്മായി വിരുന്നു വന്നു. നെക്സ്റ്റ് ആരാ ചെടി നനച്ചത്? ഡേഷ് ചെടി നനച്ചു. ചേച്ചി അല്ലേ? ചേച്ചി എഴുതിക്കോ. ചേച്ചി ചേച്ചി ഇച്ച ആ ചേച്ചി. ചേച്ചി ചെടി നനച്ചു. ഡേഷ് പന്തു കളിച്ചു. ആരാ പന്ത് കളിച്ചേ? ചേട്ടൻ അല്ലേ? ചേട്ടയുടെ കൂട്ടക്ഷരം ഇൻ, ചില്ലക്ഷരം. ചേട്ടൻ പന്തു കളിച്ചു. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താ നോക്കിയേ. അടുത്തത് ഡേഷ് പൂ പറിച്ചു. ആരാ പൂ പറിച്ചത്? അനുജത്തി അല്ലേ? അനുജത്തി എഴുതാം നമുക്ക്. അനുജത്തി പൂ പറിച്ചു. ആ നു എങ്ങനെയാ? നാക്ക് ഊ ചിഹ്നം. അനു ജ ഇത്തി ഇത്ത. അപ്പൊ തായുടെ കൂട്ടക്ഷരം എന്നിട്ട് ഈ ചിഹ്നം. അനുജത്തി. ഓക്കെ. അനുജത്തി പൂ പറിച്ചു. ഡേഷ് സൈക്കിൾ ചവിട്ടി. ആരാ സൈക്കിൾ ചവിട്ടിയത്? അനുജൻ. വെരി ഗുഡ്. അനുജൻ സൈക്കിൾ ചവിട്ടി. അനുജൻ. അനുജൻ ഉണ്ടോ? ആ നു നാക്ക് ഊച്ചിനുടുക ജ ഇൻ അല്ലേ? അനുജൻ സൈക്കിൾ ചവിട്ടി. മിസ് ഒന്നുകൂടി എല്ലാം മുഴുവനും ഒന്ന് വായിക്കാം. ഓക്കെ. ആദ്യത്തത് മുത്തച്ഛൻ മരുന്ന് കഴിച്ചു. അമ്മ പായസം വിളമ്പി. അച്ഛൻ പശുവിനെ കറന്നു. മുത്തശ്ശി കഥ പറഞ്ഞു തന്നു. അമ്മാവൻ സമ്മാനം തന്നു. അമ്മായി വിരുന്നു വന്നു. ചേച്ചി ചെടി നനച്ചു. ചേട്ടൻ പന്തു കളിച്ചു. അനുജത്തി പൂ പറിച്ചു. അനുജൻ സൈക്കിൾ ചവിട്ടി. ഓക്കെ. എല്ലാവർക്കും ഫിനിഷ് ആണോ മക്കളെ? യെസ്, വെരി ഗുഡ്. ഓക്കെ. എല്ലാവരും ഫിനിഷ് ആണോ? എഴുതിയോ മക്കളെ? യെസ്. ഓക്കെ. അപ്പൊ അത്രയും ഫിനിഷ് ആണ്. നെക്സ്റ്റ് എന്താണ്? അടുത്ത പേജ് നോക്കിയേ. നെക്സ്റ്റ് പേജിൽ എന്താ ഉള്ളത് മക്കളെ? ഒരു ചെടിയാണുള്ളത് അല്ലേ? ഒരു വൃക്ഷം. കുടുംബ വൃക്ഷത്തിന്റെ ഇലകളിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേര് എഴുതാം അല്ലേ? നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരെഴുതുക അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുടുംബ വൃക്ഷം അവിടെ തന്നിട്ടുണ്ട്. അതിൽ നമ്മളുടെ കുടുംബാംഗങ്ങളുടെ പേരെഴുതണം. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരെഴുതണം. അപ്പോ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ എഴുതി പോണം മുകളിലോട്ട്. അപ്പൊ എങ്ങനെയാ മുകളിലോട്ട് എന്തുകൊണ്ടാ വരുന്ന? അടിയിന്ന് മുതലാണ് ആദ്യം പേര് എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാ? അവരാണ് വേരുകൾ അല്ലേ? മുത്തച്ഛൻ ആദ്യം തന്നെ ആരാ? മുത്തച്ഛൻ അല്ലേ? ലാസ്റ്റിന്ന് വേര് അടിയിന്ന് മുതൽ മുകളിലോട്ട് എഴുതിപ്പോണം. അപ്പൊ മുത്തച്ഛനാണ് ഒരേ ഇലയിൽ. അപ്പൊ നെക്സ്റ്റ് റൈറ്റ് സൈഡിലെ ഇലയിൽ ആരാ ഉണ്ടാവുക?
മുത്തശ്ശി. ആ മുത്തശ്ശി അല്ലേ, അതാണ് നമ്മൾ എഴുതേണ്ടത്. മുത്തശ്ശി എഴുതിക്കോ മക്കള്. മുത്തശ്ശി അല്ലേ, മുത്തശ്ശി എഴുതിക്കോ. കേൾക്കുന്നില്ലേ മക്കളെ? Yes, miss. യെസ്, ഓക്കെ. മുത്തശ്ശി എഴുതി തരണോ മിസ്? No. No, miss. ഓക്കെ. എഴുതാൻ അറിയാത്തവരുണ്ടോ ആരെങ്കിലും? ഇത് ക്ലിയർ ചെയ്യുന്നേ മിസ്. നെക്സ്റ്റ് നമ്മൾ എന്ത് എഴുതണം? റൈറ്റ് സൈഡിലെ ഇലയിലെ മുത്തശ്ശി എഴുതണം അല്ലേ? മാർക്ക് ഓക്കെ എഴുതിയോ? വെരി ഗുഡ്. ഓക്കെ, മുത്തശ്ശി. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അടുത്തത് തൊട്ട് മേലത്തെ റോയിൽ എന്താ എഴുതേണ്ടത് നമ്മള്? തൊട്ട് മേലത്തെ ഇലയില് എന്താ അടിയിന്ന് മുകളിലോട്ടല്ലേ പോണ്ടേ? അപ്പൊ എന്താ എഴുതണ്ട ഇനി? അച്ഛൻ എഴുതാ അല്ലേ നമുക്ക്? ഓക്കെ, അച്ഛൻ എഴുതിക്കോ. അടുത്തതില് അമ്മ എഴുതാ. നെക്സ്റ്റിൽ എന്താ എഴുതേണ്ടത്? ചേട്ടൻ ചേച്ചി എഴുതാ, അല്ലെങ്കിൽ അമ്മാവൻ എഴുതാ. അച്ഛൻ അമ്മ എഴുതുക, അമ്മാവൻ അമ്മായി എഴുതാ, ചേട്ടൻ ചേച്ചി എഴുതുക അല്ലേ? അനുജൻ അനുജത്തി എഴുതുക. എങ്ങനെ എഴുതേണ്ടത് അറിയോ? മുത്തശ്ശൻ, ആദ്യം മുത്തശ്ശൻ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് എഴുതണം? മുത്തശ്ശി എഴുതണം അല്ലേ? അടുത്തതിൽ നമ്മൾ എന്ത് എഴുതണം? അച്ഛൻ. നെക്സ്റ്റ് റൈറ്റ് സൈഡിലേല് അമ്മ. അടുത്തതില് നമ്മൾ എന്ത് എഴുതണം? അമ്മാവൻ. അത് കഴിഞ്ഞിട്ട് അമ്മായി. നെക്സ്റ്റ് ചേട്ടൻ. അടുത്തതില് ചേച്ചി. അടുത്തതില് അനുജൻ അനുജത്തി. ഓക്കെ, അത്രയാണ് എഴുതേണ്ടത്. ശ്രദ്ധിച്ചെഴുതണേ മക്കളെ. എഴുതിയോ? നമ്മുടെ ക്ലാസ് കഴിയാറായിയേ, വേഗം എഴുതിക്കോട്ടോ അതുകൂടി. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? കുടുംബം അല്ലേ? കുടുംബത്തിനെ കുറിച്ച് പഠിച്ചു. ചെറിയ കുടുംബങ്ങളുണ്ട്, വലിയ കുടുംബങ്ങളുണ്ട് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? സ്മോൾ ഫാമിലി, ബിഗ് ഫാമിലി ഒക്കെ പറഞ്ഞു. പിന്നെ ആരൊക്കെയുണ്ട് കുടുംബത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ കുടുംബത്തിലുള്ളവരാ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ചേട്ടൻ, ചേച്ചി, അനുജൻ, അനുജത്തി, അമ്മാവൻ, അമ്മായി. അപ്പോ അതുപോലെ കുടുംബ വൃക്ഷത്തിന്റെ ഇലകളിൽ ഓരോരാളുടെ പേരുകളും നിങ്ങൾ എഴുതി റെഡിയാക്കുക. ഓക്കെ, യെസ് പറഞ്ഞോ. ഈ ചെടിക്ക് കളർ കൊടുക്കണോ? കളർ കൊടുക്കണമെന്നില്ല, അവിടെ പേര് എഴുതിയാലും മതി. നിങ്ങൾ കൊടുത്തോ വേണമെങ്കിൽ. ആ പേരിൽ മുട്ട